ക്രൂശിത രക്ഷക വിമോചന. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. അത് നന്നായിട്ട് ഓതി, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു, കുടുംബത്തിനും മക്കൾക്കും ഈ ലോകത്തിലൊക്കെ ഒത്തിരി സഹിച്ചു, ഒത്തിരി വേദനിച്ചു. ഒരു ആയുസ്സിൽ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഈ ലോകത്തിൽ സഹിച്ചു. എന്നിട്ടും അന്ത്യത്തോട് അടുക്കുമ്പോൾ ഇതെല്ലാം വെറുതെയായി പോയി എന്നുള്ളൊരു ചിന്ത ഒരുവൻ്റെ ആത്മാവിൽ വന്നാൽ എന്തൊരു ഭാരമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി എന്നൊരു തോന്നൽ വന്നാലോ? അങ്ങനൊരു തോന്നൽ ഒരിക്കലും ഒരു ആത്മാവിൽ വരില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ജീവനെ വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ ഇഞ്ചിഞ്ചായി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച് അവസാനത്തുള്ള രക്തവും എൻ്റെ വീണ്ടെടുപ്പിനായി ചിന്തിയ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഈ ആയുസ്സിൽ, ഏക ആയുസ്സിൽ അല്പമെങ്കിലും ഞാൻ അവന് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, ഒരിക്കലും അതേ പ്രതി ചങ്കുപൊട്ടി കരയേണ്ട ദിനങ്ങൾ ജീവിതത്തിലുണ്ടാകില്ല. ആകെ അവശേഷിക്കുന്നത് അല്പ സന്തോഷത്തിന് അവശേഷിക്കുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, വായിക്കേ, എന്ത് ചെയ്യണം? തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് പറഞ്ഞാൽ, യേശു മരിച്ചത് ഞാൻ അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. എന്നിട്ട് ഇത്രയും നാളെ ജീവിച്ചിട്ട് കർത്താവിന് വേണ്ടിയിട്ട് എന്നതാ ചെയ്തേ? ഈശോയ്ക്ക് വേണ്ടി എന്നാ ചെയ്തേ? ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ എന്നതാ അവശേഷിക്കുന്നത്? ബാക്കിയുള്ള നമ്മൾ വെറുതെ ഒന്ന് ആത്മശോധന. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ള രക്തവും ചിന്തി എനിക്ക് വേണ്ടി മരിച്ചിട്ട് ഈശോ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത് നീ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാനാ. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഏറ്റവും അർത്ഥം തരുന്ന, ഏറ്റവും അർത്ഥം സമ്മാനിക്കുന്ന വിഷയമാണ് മക്കളെ, നമുക്ക് ജീവിതത്തിന് അർത്ഥം നൽകിയവന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അതിനപ്പുറം വേറൊന്നുമില്ല. കാരണം ലോകം കടന്നു പോകേണ്ടതാണ്, ഇതെല്ലാം കടന്നു പോകും. ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പേ നമ്മുടെ മക്കൾ കടന്നു പോകും. ആർക്കു വേണ്ടി ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുവോ, ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ മക്കൾ നമുക്ക് മുമ്പേ പോകും. ഞാൻ എൻ്റെ ആയുസ്സിൽ ജീവിച്ചത് മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടിയാ, പക്ഷെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അപ്പോ ചോദിക്കാൻ തുടങ്ങും, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ അവർ പറയാൻ തുടങ്ങും, എൻ്റെ അച്ഛാ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ മക്കൾ മരിച്ചു, എൻ്റെ മക്കൾ ഇട്ടിട്ട് പോയി, എൻ്റെ ജീവിത പങ്കാളി ഇട്ടിട്ട് പോയി, ഇനിയിപ്പോ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന്. കാരണം എന്താ? ഇത്രയും നാളും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ചിന്ത മനസ്സിൽ വരുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി അല്പമെങ്കിലും ജീവിക്കാൻ ഇന്നലകളിൽ തീരുമാനമെടുത്തെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ ദുരനുഭവത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞേനെ, ഞാൻ ഇപ്പോഴും തളരില്ല അച്ഛാ, ഞാൻ തകരില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചവനാണ്, അവന് വേണ്ടി അവസാനം വരെ ഞാൻ ജീവിക്കുമെന്ന് പറയാൻ ഒരു ചങ്കുറപ്പ് ഒരുവന്റെ ആത്മാവിൽ കിട്ടും. ഹല്ലേലൂയ. അവൻ നിരാശപ്പെടേണ്ടി വരില്ല. മക്കൾ നഷ്ടപ്പെട്ടാലും, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാലും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും, ആരെല്ലാം ജീവിതത്തിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ, എന്തെല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടല്ലോ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ കർത്താവ് സ്വന്തം മരണത്തിലൂടെ എന്നെ വീണ്ടെടുത്ത് നിത്യജീവനായി സ്വന്തമാക്കി എന്നുള്ള തിരിച്ചറിവ് കിട്ടിയാലുണ്ടല്ലോ, പിന്നെ ഒരു വിഷമവും ഇല്ല, പിന്നെ ഒരു പരാതിയില്ല, പിന്നെ ഒരു പരിഭവവും ഇല്ല. കാരണം എനിക്ക് ജീവിക്കാൻ ഒരു കാരണം ഇനിയും അവശേഷിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഇതാ ഞാനിന്നും ജീവിച്ചിരിക്കുന്നു. അതാണ് കാരണം, അത്രയുള്ള കാരണം. എനിക്കിന്ന് ജീവിക്കാനുള്ള കാരണവും ജീവിക്കാനുള്ള പ്രേരണയും ജീവിക്കാനുള്ള ശക്തിയും എനിക്ക് വേണ്ടി മരിച്ചവനും എന്നെ മരണത്തോളം സ്നേഹിച്ചൊരുവനുണ്ട് എന്നുള്ളത് തന്നെയാ, വേറെ ഒന്നുമില്ല. കൂപ്പകരങ്ങളോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ചുറ്റുപാട് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ആലോചന നമുക്കിപ്പോൾ വേണ്ട. ലെറ്റ് എനിത്തിങ് ഹാപ്പൻ. എന്തു വേണേലും സംഭവിച്ചോട്ടെ. ഈ നിമിഷം നിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കാവോ? കർത്താവിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ നിന്നിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, നിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിന്നിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ച് ചിന്തിച്ച്. Because you are in the presence of the Lord, the Lord Almighty, സർവശക്തനായ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നീ ഇപ്പോൾ. എന്തും സംഭവിക്കാവുന്നൊരു സാന്നിധ്യം. നിന്റെ ശരീരത്തിൽ മാത്രമല്ല, നിന്റെ മനസ്സിലും നിന്റെ ആത്മാവിലും ഒരുപോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവന്റെ സാന്നിധ്യത്തിലാണ് മോളെ, മോനെ, നീ ആയിരിക്കുന്നത്. ജസ്റ്റ് ട്രസ്റ്റ്, ജസ്റ്റ് ബിലീവ്. വിശ്വസിക്കുക, ആശ്രയിക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ. നിന്റെ ദൈവം എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. ചെങ്കടലിനെ വിഭജിച്ചവന് ബാക്കി കാര്യങ്ങളൊക്കെ എത്രയോ നിസ്സാരമെന്നൊന്ന് മനസ്സിലാക്കിക്കേ. ലാസറിനെ ഉയർപ്പിച്ചവന് നീ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ്. 38 വർഷം തളർവാദം ബാധിച്ച് കടന്നവന് സൗഖ്യം നൽകിയെങ്കിൽ, മോളെ, നിന്റെ ശരീരത്തിന്റെ രോഗം, അതിന്റെ പഴക്കം എത്ര വർഷമുള്ളൂ, എത്ര കാഠിന്യമേറിയതാകട്ടെ, ഇറ്റ്സ് നത്തിങ് ബിഫോർ ദ ലോർഡ്. തമ്പുരാന്റെ മുമ്പിൽ ഇതൊന്നുമല്ല. കർത്താവിലേക്ക് തന്നെ നോക്ക്. എന്നിട്ട് ഈശോയെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ് അനേകർക്ക് ദൈവാനുഭവം ഇല്ലാതിരിക്കുന്നത് കാരണം. ഒരു ദൈവാനുഭവം ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് കർത്താവിനെ പിന്തുടരാനും പറ്റാത്തത്. ഈശോയെ, നിന്റെ സ്നേഹ സാന്നിധ്യം സൗഖ്യമായും വിടുതലായും കരുണയായും കൃപയായും അഭിഷേകമായൊക്കെ എന്നിലേക്ക് ഈ നിമിഷം ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ ദുഃഖത്തിനൊരു ശമനം ഉണ്ടാവും, നിന്റെ വേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാവും, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് നിശ്ചയമായിട്ട് മാറ്റം ഉണ്ടാവും. So believe me, trust him. He is almighty, he is ever living, and he is all powerful. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവികൾ ധാരയിലുണ്ട്. അതുകൊണ്ട് നിന്റെ ഹൃദയം കർത്താവിന് മുമ്പിൽ തുറക്ക്. നിന്റെ വേദനകൾ ഓരോന്ന് ഈശോയോട് പറ. Yes, we believe in you. We totally trust in your loving providence. തമ്പുരാനെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ നിന്റെ കരുണയ്ക്കും സ്നേഹത്തിനൊക്കെ സമർപ്പിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. മുട്ടുകുത്തി കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ സമർപ്പിക്കാനായി കൊണ്ടുവന്നിരുന്ന പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യ